നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടു, അതേ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പറുകൾ അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസുകൾ തമ്മിലുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്താണ്? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്കറിയാവുന്നതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, LCM, HCF, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഇൻവേഴ്സ്, ഐഡന്റിറ്റി ഓഫ് എലമെന്റ്സ്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ബൈനറി ഓപ്പറേഷൻസിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഫോർമുലകളോ കൺസെപ്റ്റുകളോ തിയറംസോ ഒന്നും നമുക്ക് പഠിക്കാനില്ല. അതെന്താണെന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും. ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, അവർ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ എന്താണെങ്കിൽ ചെയ്യുക, അതിൽ യെസ് ഓർ നോ കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് എ, ബൈനറി ബി. ഇത് ബൈനറിയുടെ ചിഹ്നമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൈനറി രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൈനെയാണ് നമ്മളിത് ആസ്ട്രിക് മാർക്കാണ്. പക്ഷെ നമ്മൾ വായിക്കാൻ എളുപ്പത്തിന് ഇതിന് നമ്മൾ എ സ്റ്റാർ ബി എന്ന് പറയും. എ സ്റ്റാർ ബി. അപ്പൊ ഈ സ്റ്റാർ ആണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് അവിടുത്തെ ബൈനറി ഓപ്പറേഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റാർ ചിഹ്നം. അതെന്താണെന്ന് കൃത്യമായിട്ട് ആ ഓരോ പ്രോബ്ലത്തിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണോ അത് നമ്മളത് ചെയ്യുക. അല്ലാതെ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് പ്ലസ് ആണ്. എന്താ പറയുക, നാച്ചുറൽ നമ്പറിൽ പ്ലസ് തന്നെയാണ് നമുക്ക് ഈ സ്റ്റാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ എന്താണ്, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാം 2 പ്ലസ് എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ എങ്കിൽ ഇത് എ പ്ലസ് ബി ആയിട്ട് മാറും. മനസ്സിലായോ? എ പ്ലസ് ബി. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2 സ്റ്റാർ 3 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ ആണ്. ഇത് എന്തായിട്ട് മാറും? 2 + 3 = 5 which belongs to natural. ഏതാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ബൈനറി ഓപ്പറേഷനും ആ സെറ്റിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്, 2ഉം 3ഉം നാച്ചുറൽ നമ്പറാണ്. അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ ചെയ്തപ്പോൾ അതും നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ഈ അഡീഷൻ ഈസ് എന്താണ്? ബൈനറി ഓപ്പറേഷൻ. അതുപോലെ സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവാണ് ഇവിടുത്തെ സ്റ്റാർ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നാച്ചുറൽ നമ്പറിലാണെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ 2 സ്റ്റാർ, അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ മൈനസ് ബി ആണ്. ഫോർ എക്സാമ്പിൾ 2 സ്റ്റാർ 3 എടുത്തു കഴിഞ്ഞാൽ 2 - 3 = -1 which not belongs to natural number. അപ്പോൾ ഇവിടെ കാരണം -1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇവിടെ ബൈനറി ഓപ്പറേഷൻ പോസിബിൾ അല്ല. മനസ്സിലായില്ലേ? അപ്പം അത് അല്ലെങ്കിൽ ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതായത് നാച്ചുറൽ നമ്പറിലെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതുപോലെ ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവാം. ഇവിടുത്തെ ബൈനറി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക, നാച്ചുറൽ നമ്പർ. അപ്പൊ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തായാലും മാറും. ഇവിടെ എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 = 6 which belongs to natural number. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇത് എന്താ പറയുക, ഡിവിഷൻ സൈനാണ് ബൈനറി എന്ന് വിചാരിക്കും. അപ്പോൾ 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക 2/3. അതായത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് A/B ആണ് ഡിവിഷൻ ആയിട്ട് വരുമ്പോൾ അല്ലേ. 2/3 എന്ന് പറയുന്നത് 2 belongs to n ആണ്, 3 belongs to n ആണ്. ബട്ട് 2/3 നോട്ട് belongs to n. അപ്പോൾ ഇവിടെ ഈ ബൈനറി ഓപ്പറേഷൻ ഈസ് നോട്ട് പോസിബിൾ ഫോർ ഡിവിഷൻ ഇൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളൊന്നും ഇവിടെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായി. എന്താണ് ബൈനറി ഓപ്പറേഷൻ? പ്ലസ് ആണ്. ഏത് സെറ്റിലാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നാച്ചുറൽ നമ്പർ ആണോ, റിയൽ നമ്പർ ആണോ, ഇൻഡിജർ ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്.
അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് ആയി മാറി, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയി, ഇവിടെ ഡിവിഷനായി. അങ്ങനെ ഓരോ പ്രോബ്ലത്തിൽ എന്താണെന്നുള്ളത്, ആ ബൈനറി ഓപ്പറേഷൻ എന്താണെന്നുള്ളത് അതിൽ തന്നെ, ആ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ നമുക്കിനി എക്സാമ്പിൾസ് വെച്ച് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആകും. എക്സാമ്പിൾ 30. Show that subtraction and division are not binary operation on n. അതിപ്പോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അല്ലാതെ കാണിക്കുമ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മൾ സബ്ട്രാക്ഷൻ ഉണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ ബൈനറി ഓപ്പറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് സ്റ്റാർ ബി ഈക്വൽ ടു മൈനസ്. പിന്നെ അടുത്ത് ചെയ്തപോലെ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. 2 സ്റ്റാർ 3 2 minus 3 equal to -1 which not belongs to n. So the subtraction is not a binary operation in natural number. The subtraction is not a binary operation in ഏതിലാണോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. മനസ്സിലായല്ലോ. ഈ ഡിവിഷൻ നേരത്തെ നമ്മൾ കാണിച്ചതാണ്. ഡിവിഷൻ്റെ കേസ് വരുമ്പോൾ ബൈനറി ഓപ്പറേഷൻ ഡിവിഷൻ ആകുമ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ബൈ ബി ആയിട്ട് വരും. അപ്പോൾ 2 and 3 2 സ്റ്റാർ 3 എന്ന് പറയുന്നത് വരിക 2/3 which not belongs to n. 2 belongs to n ആണ്, 3 belongs to n ആണ്, but 2/3 not belongs to n. Therefore that the division is not a binary division, is not a binary operation in natural numbers. മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 31. എക്സാമ്പിൾ 31 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞ സ്റ്റാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ ക്രോസ് ആർ ടു ആർ. ആറിലാണ്, എയും ബിയും ആറിലാണ്, അതിന്റെ ആൻസറും ആറിലായിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ സ്റ്റാർ എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് എ പ്ലസ് എ ബി ആണ്. ആ ഓപ്പറേഷൻ എന്താണ് ബൈനറി ഓപ്പറേഷൻ എ ബി എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാം, ബൈനറി ഓപ്പറേഷൻ എ ബി ഇങ്ങനെ എഴുതാം. അതിൻ്റെ അർത്ഥം ബൈനറി ഓപ്പറേഷൻ ആണ്. അല്ലെങ്കിൽ എ സ്റ്റാർ ബി എന്ന് എഴുതാം. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഓരോ പ്രോബ്ലത്തിലും അതെന്താണെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് 4b² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി. എ പ്ലസ് 4b². റിയൽ നമ്പർ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എ പ്ലസ് 4b² ബൈനറി ആണ്. നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കറിയാം എയും ബിയും റിയൽ നമ്പർ ആണെങ്കിൽ എ പ്ലസ് 4b² റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ബൈനറി തന്നിരിക്കുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇങ്ങനെ സെന്റൻസ് എഴുതാൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ തന്നെ സിൻസ് എല്ലാവരും തന്നെ എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ സെന്റൻസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. സിൻസ് ബൈനറി സ്റ്റാർ carries each pair AB to a unique element a plus 4b² in R. ഇതിന്റെ അർത്ഥം എ ബിക്ക് ഏത് വാല്യൂ കൊടുത്താലും a plus 4ab² എന്നുള്ളത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലായിരിക്കും. അപ്പൊ അതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. എക്സാമ്പിൾ എഴുതണമെങ്കിൽ ഇവിടെ എന്താ എഴുതുക, നേരത്തെ എഴുതിയ പോലെ തന്നെ പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഫ്രാക്ഷനോ എന്ത് വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ കാണാൻ ഇപ്പോൾ 2 സ്റ്റാർ 3 എന്ന് എടുക്കുന്നു. 2 ഉം 3 റിയൽ നമ്പർ ആണ്. അപ്പോൾ എയുടെ പ്ലേസിൽ എന്താ എടുക്കുന്നത് 2 പ്ലസ് 4 ഇൻറ്റു ബിയുടെ പ്ലേസിൽ എന്താ എടുക്കുന്നത് 3. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു 2 പ്ലസ് 3² 9 ഇൻറ്റു 4 36 പ്ലസ് 2 അപ്പോൾ 38 വിച്ച് ഓൾസോ ബിലോങ്സ് ടു ആർ. മനസ്സിലായല്ലോ. എക്സാമ്പിൾ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം എക്സാമ്പിൾ എടുത്തിട്ട് അല്ലാന്ന് പ്രൂവ് ചെയ്യും. ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചാൽ മതി. എല്ലാവർക്കും ഇതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ആകെ വ്യത്യാസം വരിക ഈ ഓപ്പറേഷൻ എന്താണെന്നുള്ളത് വ്യത്യാസം വരും, സെറ്റ് എന്താണെന്നുള്ളതും വ്യത്യാസം. അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 33. എക്സാമ്പിൾ 33. Show that we
R cross R to R given by AB maximum of AB. AB is maximum of AB. അതായത് ഇവിടുത്തെ ഈ ബി എന്ന് പറയുന്നതാണ് ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ബി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. മനസ്സിലായോ? അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഓഫ് എ ബി ആണ്. ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഇപ്പൊ എ ബി ഇപ്പൊ ഇവിടെ 2, 3 ആണെന്ന് വിചാരിക്കും. 2, 3 ആണെങ്കിൽ ആൻസർ എത്ര കിട്ടുക? മാക്സിമം ഓഫ് എ ബി ഇതിൽ വലുതേതാ? 3 ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായി? ഇപ്പോ 3 - 7 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സോറി ഇപ്പൊ -1 -2 ആണെന്ന് വിചാരിക്കും. -1 -2 അതിന്റെ ആൻസർ എത്ര വരിക? -1. കാരണം എന്താ? മാക്സിമം വലുത് ഏതാണോ അതാണ്. അപ്പൊ അത് വലുത് എങ്ങനെയായാലും എന്താണ്? ഇത് രണ്ടും റിയൽ നമ്പർ ആകുമ്പോ അതിന്റെ ആൻസർ എങ്ങനെയായാലും അതിലത്തെ വലുത് എങ്ങനെയായാലും റിയൽ നമ്പർ ആയിരിക്കും. റിയൽ നമ്പറിൽ സെറ്റിലുള്ള ആളായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഇതൊരു ബൈനറി ഓപ്പറേഷൻ. അത് നേരത്തെ എഴുതിയ പോലെ തന്നെ സിൻസ് അവിടെ സ്റ്റാറിന് പകരം ഇവിടെ ബി ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്ത് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ അതുപോലെ തന്നെ എഴുതിയിരിക്കുക. സിൻസ് ബി ക്യാരീസ് രണ്ടാമത്തെ മൂന്നാമത് നമുക്ക് എഴുതാൻ പറ്റും. ഈച്ച് പെയർ എ ബി ഇൻ ആർ ക്രോസ് ആർ to a unique element maximum of AB in R. എയും ബിയും ആറിലാണെങ്കിൽ ഓരോ ആ പെയർ എന്തായാലും അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് ആറിലായിരിക്കും. അതുകൊണ്ട് എന്താണ്? Therefore, it is a binary operation. Binary operation ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. It is a binary operation. ഇതുപോലെ തന്നെ എക്സാമ്പിൾ 33 ഒരു പോർഷനും കൂടി ഉണ്ട്. വെഡ്ജ്. ഈ ബി തിരിച്ചിട്ട് കഴിഞ്ഞാൽ വെഡ്ജ് എന്നാണ് വായിക്കുക. അതിപ്പോ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഒരു സിമ്പിൾ അത്രേ ഉള്ളൂ. എ ബി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലെ വേറെ വെഡ്ജ് എന്നാണ് അത് വായിക്കുന്നത്. അപ്പൊ വെഡ്ജ് എന്താ പറയുന്നത്? അതും ആർ ക്രോസ് ആർ ടു ആർ എ ബി gives minimum of AB. ഇവിടെ നേരത്തെ മാക്സിമം പറഞ്ഞ ഇവിടെ മിനിമം ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? ഇതിന്റെ മിനിമം ആണ്. മിനിമം ഇവിടുത്തെ വെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഓഫ് 2, 3 ആണ്. ഇപ്പോ 2 ആൻസർ കിട്ടും. മിനിമം ഓഫ് നേരത്തെ പറഞ്ഞ -1 -2 ആണെങ്കിൽ ആൻസർ കിട്ടും -2. ബോത്ത് ആർ മെമ്പേഴ്സ് ഇൻ ആർ അല്ലേ? റിയൽ നമ്പർ ആകുമ്പോൾ നെഗറ്റീവ് ഒന്നും പ്രശ്നമില്ല. ഫ്രാക്ഷൻ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ സെയിം എലമെന്റ് ഇത് എഴുതിയിരിക്കുക. ഇവിടെ ബിക്ക് പകരം നമ്മൾ ഈ വെഡ്ജിന് സൈൻ കൊടുക്കുക. ഈച്ച് പെയർ എ ബി ഇൻ ആർ ക്രോസ് ആർ യൂണിക് എലമെന്റ്. മാക്സിമത്തിന് പകരം ഇവിടെ എന്ത് എഴുതുക? മിനിമം ഇൻ ആർ. Therefore it is a binary operation. ഐഡിയ മനസ്സിലായി? ഈ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിച്ച് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ ഓപ്പറേഷൻ മാറും, അതിന്റെ കണ്ടീഷൻ മാറും, സെറ്റ് മാറും. അത്രേ ഉള്ളൂ. അപ്പോൾ എക്സാമ്പിൾ 33. ഇനി നമുക്ക് ഈ മാക്സിമം മിനിമത്തിനെ പലപ്പോഴും ഒരു ഓപ്പറേഷൻ ടേബിൾ ഉണ്ടാക്കുക. ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ ടേബിൾ എന്താണ് ഈ ഓപ്പറേഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നേരത്തെ പറഞ്ഞ പോലെ ബി എന്ന് പറയുന്നത് മിനിമം ഓഫ് എ ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ബൈനറി ഓപ്പറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ടേബിൾ വരയ്ക്കാൻ പറയും. ടേബിൾ വരയ്ക്കാൻ പോകുമ്പോൾ ഇവിടെ നമ്മൾ ആ കണ്ടീഷൻ എഴുതി വെക്കാം. എന്താണത്? വേണമെങ്കിൽ മിനിമം ഓഫ് എ ബി നമ്മൾ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും എഴുതുന്നില്ല. അപ്പൊ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിനാണെന്ന് വിചാരിച്ചു 1, 2, 3 ഇങ്ങനെ പോകും. ഇവിടെയും എന്തെഴുതണം? 1, 2, 3 എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ വരുന്നത് മിനിമം ഓഫ് എ ബി ആണ്. നോക്കുമ്പോ എങ്ങനെ വേണ്ടത്? 1, 1 ഉണ്ട്, 1 ഉണ്ട്. ഇതെങ്ങനെയാണ് പെയർ ആയിട്ട് വരും? 1, 1. ഇതിന്റെ മിനിമം എന്താ?
മിനിമം എന്ന് പറഞ്ഞാൽ സെയിം ആണ്, 1 ആണ്. മിനിമം മാക്സിമം സെയിം. ഇപ്പൊ അടുത്ത് നോക്ക്, ഇവിടെ വരുമ്പോ എന്താ വരിക? 1 2 മിനിമം ഓഫ് 1 2 എന്താ വരിക? 1. ഇവിടെ 1. അടുത്തതിൽ മിനിമം ഓഫ് 1 3 ആണ്. മിനിമം ഓഫ് 1 3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1. അപ്പൊ ഇവിടെയും 1 വരും. മനസ്സിലായോ? ഇവിടെ 2 1 മിനിമം 1. ഇതിൽ വരുന്നത് 2 2 1 2 3 2 മിനിമം ടേബിൾ ആണ്. ഇവിടെ 3 1 1 3 2 2 3 3 3 കണ്ടോ? ഇതിനെങ്ങനെ ഉണ്ടാക്കുന്ന ടേബിളിനെയാണ് നമ്മൾ എന്ത് ഓപ്പറേഷൻ ടേബിൾ. ഇത് മിനിമത്തിന്റെ ടേബിൾ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ മാക്സിമത്തിന്റെ ടേബിൾ വരയ്ക്കും. ഇപ്പൊ വെഡ്ജ് എന്നുള്ളത് മാക്സിമം ആണെന്ന് വിചാരിക്കും. മാക്സിമം ഓഫ് എ ബി ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ ടേബിൾ എങ്ങനെ വരികയാണ്? ഇവിടെ സൈൻ കൊടുക്കുക, ഇത് എന്നിട്ട് ഇവിടെ 1 2 3 എഴുതാം. ഇവിടെയും 1 2 3 എഴുതാം. അപ്പൊ ഇതിന്റെ ടേബിൾ എങ്ങനെയാ? 1 1 മാക്സിമം 1 1 2 മാക്സിമം അല്ലെ? മാക്സിമം ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ വരിക 2. മാക്സിമം ഓഫ് ഇവിടെ എഴുതുമ്പോൾ ഇവിടുത്തെ 1 ഇവിടെ 3 1 3 മാക്സിമം എന്താ വരിക? 3. ഇവിടെ 3 കിട്ടും. അതുപോലെ 2 1 2 2 2 2 3 3 1 3 3 2 3 3 3 ഇങ്ങനെയാണ് ടേബിളിൽ. ഇതൊക്കെയാണ് ഇതിന്റെ മാക്സിമം എ ബി എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പറേഷൻ ടേബിൾ. ഇത് മിനിമം ടേബിൾ, ഇത് മാക്സിമം ടേബിൾ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, നിങ്ങൾ യു പിയിലൊക്കെ പഠിച്ചിട്ടുള്ള കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ് എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടികളാണ്. ഒരു ബൈനറി ഒപ്പം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ബൈനറി ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ബൈനറി ഓപ്പറേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഓരോന്നിനും പഠിച്ചിട്ടില്ല. എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എ ബി ഇൻറ്റു ബി എ. അപ്പോൾ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓരോ ആൾജിബ്രിക് ഓപ്പറേഷൻസും പഠിക്കുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കമ്മ്യൂട്ടേറ്റീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എക്സാമ്പിൾ 34 ഞാൻ എക്സാമ്പിൾ 34 പറയുന്നത് അഡീഷൻ എന്നുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. റിയൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരുന്നത് അഡീഷൻ. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ആണോ? നമുക്കറിയാം ഏത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ½ + 1/3 എടുത്താലും 1/3 + ½ എടുത്താലും ഒക്കെ എന്താണ്? സെയിം ആണ്. രണ്ടിന്റെയും ആൻസർ സെയിം ആണ്. അഡീഷൻ ഏത് 2 + 3 എന്ന് പറഞ്ഞാലും 3 + 2 = 5. അങ്ങനെ ഏത് നമ്മൾ ചെയ്താലും ഒരേ ഇതാ വരും. അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എടുത്താലും -1 + -5 = -5 + -1 = -6. അപ്പൊ ഒന്നിനും ഈ ആൻസറിൽ വ്യത്യാസമില്ല. പിന്നെ ആൻസർ റിയൽ നമ്പർ തന്നെയാണ് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്താണ്? പ്ലസ് ഈസ് ബൈനറി ഓപ്പറേഷൻ. സോറി, ബൈനറി ഓപ്പറേഷൻ ഫോർ കമ്മ്യൂട്ടേറ്റീവ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഇൻ ആർ. കമ്മ്യൂട്ടേറ്റീവ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഇൻ ആർ. അതങ്ങനെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ എഴുതിയിരിക്കുക. മനസ്സിലായിരിക്കണം? കമ്മ്യൂട്ടേറ്റീവ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഇൻ ആർ. ഇനി ഇവിടെ അതിൽ തന്നെ രണ്ടാമത്തെ പറയുന്നത് ഇവിടെ ആദ്യത്തേത് യെസ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഇൻ ആർ. ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിരുന്നത് അവര് രണ്ടാമത്തെ പറഞ്ഞോടും പറഞ്ഞിട്ടുണ്ട് മൈനസ് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പൊ ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ മൈനസ് ബി ആണ് വരുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 സ്റ്റാർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 3 = -1. 3 സ്റ്റാർ 2 എന്ന് പറഞ്ഞാലോ 3 - 2 = പോസിറ്റീവ്. സെയിം ആണോ? അപ്പോൾ എഴുതിക്കുന്നത് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. Therefore, binary operation negative is subtraction is not a binary operation. അതുപോലെ അത് എഴുതിയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇനി എക്സാമ്പിൾ 35 ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. കാരണം അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും അവിടെ ഇല്ല.
എക്സാമ്പിൾ 35. റിയൽ നമ്പറാണ് ഇവിടെ. ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിലാണ്. എ സ്റ്റാർ ബി എന്താണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്ലസ് മൈനസ് എന്നുള്ളതായിരുന്നു, പക്ഷെ ഇവിടെ അതെന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? A+2B ആണ്. ഇതാണ് ഇവിടുത്തെ എ സ്റ്റാർ ബി എന്നുള്ള ഓപ്പറേഷൻ. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മൈനസ് എന്ന് പറഞ്ഞപ്പോൾ എ സ്റ്റാർ ബി എന്തായിരുന്നു? A-B. ഇവിടെ എന്താ വരിക? A+2B. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അല്ലാതെ പ്രൂവ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റ്. അപ്പൊ 3+2 ഇൻറ്റു ഇവിടെ എനെ പ്രസന്റ് ചെയ്ത് 3യും ബിനെ പ്രസന്റ് ചെയ്തത് 2 ആണ്. അപ്പൊ അത് ഇതില് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 2 4 + 3 = 7. ഇനി 2*3 നോക്കാം. അപ്പൊ 2 + 2 × 3 വരും. എക്കും ബിക്കും ഇവിടെ എയും ബിയും മാറി. അപ്പോ 2 × 3 × 2 6 + 2 = 8. ഇവിടെ എന്താണ്? A star B not equal to B star A. Therefore, എന്താണ്? A star B is not a star B equal to A+2B is not a binary operation. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ പഠിക്കുന്നത്. എന്താണത്? A star B star C equal to A star B star C. അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ വരും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതുക? സ്റ്റാർ ബി രണ്ട് സൈഡിൽ സ്റ്റാർ. പിന്നെന്താണ്? എ സ്റ്റാർ ബി ആദ്യം ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്ത് ആദ്യം ഇത് 2 ചെയ്തിട്ട് വേണം. കാരണം ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ 3 ഒറ്റയടിക്ക് പറ്റില്ല, 2 വരും. അപ്പൊ ആദ്യത്തെ 2 ചെയ്യുക, അതിന്റെ ആൻസർ വിത്ത് സി ചെയ്യുക അടുത്ത ബൈനറി ഓപ്പറേഷൻ. പക്ഷെ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എ സ്റ്റാർ ബി സ്റ്റാർ ബി സ്റ്റാർ സി ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, അറിയാലോ. ഇനി മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമ്മൾ ബോർഡ് മാസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ആ ബൈനറി ഓപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നതായിരിക്കും ആ ബൈനറി ഓപ്പറേഷൻ എന്നാണ് അർത്ഥം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് A+B+. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് A+B+C നമുക്ക് എഴുതാം. തിരിച്ചെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ A+B ആദ്യം ചെയ്യാം, A+B+C ചെയ്യാം. അപ്പോൾ ഇത് ചെയ്താലും നമുക്ക് ആൻസർ സെയിം കിട്ടും. അപ്പോൾ അഡിഷൻ എന്നുള്ളത് നാച്ചുറൽ നമ്പറിന്റെ അഡിഷനൊക്കെ എന്താണ്? അസോസിയേറ്റീവ് ആണ്. അത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ ഈ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആവണമെങ്കിൽ ഈ പ്രോപ്പർട്ടി, അതായത് ആദ്യത്തെ 2 ചെയ്തിട്ട് പിന്നെ അവസാനത്തെ 2 ചെയ്തിട്ട് ആദ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ആ ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ എക്സാമ്പിൾ 36 അവര് പറഞ്ഞിരിക്കുന്നത് അഡിഷൻ എന്നുള്ളത് ബൈനറി ഓപ്പറേഷൻ ആണ്. അസോസിയേറ്റീവ് അഡിഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ. ഇത് ഇവിടെ തന്നിരിക്കുന്നത് പ്ലസ് ആണ്, അത് 6ലാണ് തന്നിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാവാൻ അഡിഷൻ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ട് നമ്പർ 2 + 3 + 4. ഇവിടെയും 2 + 3 + 4. ആദ്യം ഇത് 2 ചെയ്യണം. ഇവിടെ ആദ്യം അവസാനിക്കണം. അപ്പൊ 2 + 3 = എത്രയാ? 5. എന്നിട്ടാണ് ഈ ബൈനറി ഓപ്പറേഷൻ ആ 2 ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ബൈനറിയാണ്. അപ്പൊ 2 + ഇവിടെ 2 ചെയ്യുമ്പോൾ 7 ഇവിടെ 9 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? അഡിഷൻ ഈസ് ബൈനറി ഓപ്പറേഷൻ. ഇവിടെ റിയൽ നമ്പർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ എക്സാമ്പിൾ എഴുതിയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ വേണമെങ്കിൽ എഴുതി. അതായത് ഇവിടെ നമ്മൾ നമ്പർ എഴുതുന്നതിന് പകരം എയും ബി എടുത്ത് എഴുതുക. സിൻസ് A+B+C is equal to A+B+C. ഇവിടുത്തെ A+B 2 ആദ്യം, ഇവിടെ B+C ആണ്. Since A+B equal plus is a
ബൈനറി ഓപ്പറേഷൻ. പ്ലസ് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. അതുപോലെ പിന്നെ എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷനും ബൈനറിയാണ്. ആണോ? അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 2 × 3 × 4, 2 × 3 × 4. ആദ്യം നമ്മളിവിടെ 2 × 3 ചെയ്യണം. ഇവിടെ ആദ്യം 3 × 4 ചെയ്യും. 2 × 3 എന്താണ്? 6 × 4. ഇവിടെ 2 × 12, 24 is equal to 24. അപ്പോൾ നമുക്ക് A star B star C equal to, ഇവിടെ since A star B star C equal to A star B star C. Since A star B star C equal to A star B star C, multiplication is a binary. Multiplication follows associative property in R. Multiplication follows associative property in R. അതാണ് സെന്റൻസിൽ എന്താണ് ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്, അത് അതുപോലെ തന്നെ എഴുതി. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത്, സബ്ട്രാക്ഷനും ഡിവിഷനും അസോസിയേറ്റീവ് എന്താണെന്ന് പറയും. നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ അസോസിയേറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നേരത്തെ ഇതുപോലെ 2 സ്റ്റാർ 3 സ്റ്റാർ 4 ചെയ്യും. എന്താ വരിക? ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ആദ്യം ഇത് ചെയ്തിട്ട് വേണം പിന്നെ അത് ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ 2 സ്റ്റാർ 3 സ്റ്റാർ 4 ചെയ്യുമ്പോൾ ആദ്യം 2 - 3 ചെയ്യും. 2 - 3 സ്റ്റാർ 4. എന്താ 2 - 3? -1 സ്റ്റാർ 4. അപ്പോൾ -1, ഇവിടുത്തെ സ്റ്റാർ സബ്ട്രാക്ഷൻ ആണ്, -5 കണ്ടോ. ഇനി നേരെ തിരിച്ച് 2 സ്റ്റാർ 3 സ്റ്റാർ 4 ചെയ്യുമ്പോൾ 3 സ്റ്റാർ 4 ആദ്യം ചെയ്യാം. അപ്പോൾ 2 സ്റ്റാർ 3 സ്റ്റാർ 4 എന്ന് പറയുമ്പോൾ 3 - 4. അപ്പോൾ 2 സ്റ്റാർ 3 - 4 3 -1. അപ്പോൾ ഇവിടെ വീണ്ടും 2 സ്റ്റാർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, മൈനസ് ആണ്, -1. അപ്പോൾ 2 + 1 = 3. രണ്ട് ഈക്വൽ ആണോ? നേരത്തെ ഇതുപോലെ സിൻസ് A star B star C not equal to A star B star C. Subtraction is not follows associative property in R. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെ ഡിവിഷൻ നമുക്ക് ചെയ്യാം. ഡിവിഷൻ എന്താ? ഡിവിഷൻ ചെയ്യുമ്പോൾ പിന്നെ അസോസിയേറ്റീവ് റൂൾസ് കാര്യം ശ്രദ്ധിക്കുക. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ മിനിമം 3 നമ്പേഴ്സ് എടുത്തിട്ട് വേണം എക്സാമ്പിൾ ചെയ്യാൻ. ഇനി ഡിവിഷൻ്റെ കാര്യം, ഡിവിഷൻ അസോസിയേറ്റീവ് ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ ഈസ് അസോസിയേറ്റീവ്. ഇതുപോലെ തന്നെ നമ്മൾ എക്സാമ്പിൾ എടുത്തിട്ട് അല്ലാതെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 നേരത്തെ ഇതുപോലെ 2 സ്റ്റാർ 3 സ്റ്റാർ 4 എഴുതും. ആദ്യം ഇത് ചെയ്യണം, ആദ്യത്തെ രണ്ടെണ്ണം ആദ്യം ചെയ്യണം. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2/3 സ്റ്റാർ 4 ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2/3 ഹോൾ ഡിവൈഡഡ് ബൈ 4. 2/3 × 1/4 = 1/6. ഇനി അടുത്തത് 2 സ്റ്റാർ 3 സ്റ്റാർ 4 എഴുതിയിട്ട് 3 സ്റ്റാർ 4 ആദ്യം ചെയ്യണം. ഇവിടെ 2 സ്റ്റാർ അതുപോലെ നിന്നു. 3 സ്റ്റാർ 4 എന്ന് പറയുമ്പോൾ 3/4 ആണ്. വീണ്ടും അത് ചെയ്യുമ്പോൾ എന്ത് വന്നു? 2 ഡിവൈഡഡ് ബൈ 3/4. അപ്പോൾ 2 × 4/3. അപ്പോൾ 8/3. രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ സിൻസ് A star B star C equal to A star B star C not equal to, ആദ്യം A star B ഇവിടെ B star C ബ്രാക്കറ്റ് not equal. എന്താണ്? ഡിവിഷൻ ഈസ് not follows associative property in R. മനസ്സിലായല്ലോ? ബുക്ക് ഒരേപോലെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുക, അവിടുത്തെ കണ്ടീഷൻസ് മാത്രം മാറ്റി എഴുതുക. ഇനി നമുക്ക് നോക്കാം. എക്സാമ്പിൾ 37 പറഞ്ഞിട്ടുണ്ട്. Show that ബൈനറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആറിലാണ്. A star B equal to A plus 2B. ഇവിടെ A star B equal to A plus 2B ആണ്. ഇവിടെ സെറ്റ് 6 ആണ്. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്.
അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ഇവിടെ 2 നമ്പറല്ലേ ഉള്ളൂ, എങ്ങനെയാണ് 3 നമ്പർ ആക്കുന്നത്? അപ്പൊ 3 നമ്പർ തന്നെ നമ്മൾ എഴുതണം. എ സ്റ്റാർ ബി സ്റ്റാർ സി എഴുതും, എ സ്റ്റാർ ബി എന്നും അറ്റ് എ ടൈം 2 എണ്ണം ചെയ്യുന്നുള്ളൂ. അപ്പൊ ആദ്യം കൊടുക്കുന്നത് എ ആയിട്ടും രണ്ടാമത് കൊടുക്കുന്നത് ബി ആയിട്ടും എടുക്കും. ഇവിടെ നോക്ക്, ഇവിടെ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് 2 സ്റ്റാർ സി. പിന്നെ ആദ്യം ഇത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതിന്റെ ആൻസർ കിട്ടും. ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് 2b എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എ, പ്ലസ് 2b എന്ന് പറയുന്നത് എന്താ? സി ആണ്, 2c. ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടെ പറയാം, കൺഫ്യൂഷൻ ചിലപ്പോൾ വരും ചില കുട്ടികൾക്ക്. എ സ്റ്റാർ ബി, ഇവിടെ ബൈനറി ഓപ്പറേഷൻ ആയതുകൊണ്ട് എപ്പോഴും 2 എണ്ണം തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് അസോസിയേറ്റീവിൽ 3 എണ്ണം കാണിക്കണം. അപ്പോൾ 3 എണ്ണം എഴുതുക, ആദ്യത്തെ 2 എണ്ണം ചെയ്യുക, അതിന്റെ ആൻസർ ആയിട്ട് സി ചെയ്യുക. അങ്ങനെ എഴുതുമ്പോൾ ഇതാണ് ഈ ബൈനറിയിലെ എനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ, ഇത് ഫുള്ളായിട്ടും ഇത് ബീനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? എ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫുള്ളായിട്ട്, എക്ക് പകരം ഇത് ഫുള്ളായിട്ട് എഴുതും. പിന്നെ ഇടയിലുള്ള സൈൻ പ്ലസ് ആണ്, 2 ബിക്ക് പകരം നമ്മളിവിടെ 2c എഴുതും. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. എ സ്റ്റാർ ബി സ്റ്റാർ സി എടുത്തിട്ട് ബി സ്റ്റാർ സി ആദ്യം ചെയ്യും. എ സ്റ്റാർ അവിടെ കിടക്കും. ബി സ്റ്റാർ സി എന്താ ചെയ്യുക? ഇതിൽ ബി, എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ബി ആണ്. അപ്പൊ ബി പ്ലസ് 2c, ബിയുടെ സ്ഥാനത്ത് സി ആണ്. ഇങ്ങനെ വീണ്ടും ചെയ്യുക, ഇതേ ഓപ്പറേഷൻ തന്നെയാണ് വേണ്ടി ചെയ്യണം. എയുടെ സ്ഥാനത്ത് ഇത് മൊത്തം ബി ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ പ്ലസ് 2, ബിക്ക് പകരം വരുന്നു ബി പ്ലസ് 2c. അപ്പോൾ എന്താ ആൻസർ കിട്ടി? എ പ്ലസ് 2b പ്ലസ് 4c. രണ്ടും സെയിം ആണോ? അല്ല. അതുകൊണ്ട് സിൻസ് എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി ഈക്വൽ ടു എ പ്ലസ് 2b ഈസ് നോട്ട് അസോസിയേറ്റീവ്. നമ്മുടെ സെന്റൻസ് ആയിട്ട് എഴുതി വെക്കും. മനസ്സിലായല്ലോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഐഡന്റിറ്റി ആണ്. ഐഡന്റിറ്റി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ കൺസെപ്റ്റുകൾ തന്നെയാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താ അഡിറ്റീവ് ഐഡന്റിറ്റി? 0 ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന്റെ കൂടെ 2ന്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും, അല്ലെങ്കിൽ 0യുടെ കൂടെ ആ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അതുപോലെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് 1 ആണ്. കാരണം എന്താ? 2 into 1 equal to 2 ആണ്, 1 into 2 is equal to 2 ആണ്. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ അപ്പൊ അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? എന്താ? അപ്പൊ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ. ഇതാണ് ഇവിടുത്തെ ഇക്ക് പറയുന്ന പേരാണ് എന്ത്? ഐഡന്റിറ്റി ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് എന്നുണ്ട്. ഐഡന്റിറ്റി എലമെന്റ്. അപ്പൊ ഇത് ഇവിടെ നോക്കിയേ, ഇത് അഡിഷൻ ആണെങ്കിൽ ഇ എന്തായിരിക്കും? 0 ആയി. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എന്താണ്? ഇ എന്തായിരിക്കും? 1 ആയി. അല്ലെ? അപ്പോഴല്ലേ നമുക്ക് അത് സെയിം കിട്ടുള്ളൂ. മനസ്സിലായോ? ഈ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഐഡന്റിറ്റി എലമെന്റിനെയാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. അപ്പൊ ഈ അഡിറ്റീവ് വരുമ്പോൾ ഇവിടുത്തെ ഈ 0 ഓരോന്നിനനുസരിച്ച് പ്രോബ്ലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടു. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചത് കാണാതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഇതാണ് ഐഡന്റിറ്റി ആവാനുള്ള കണ്ടീഷൻ. ഇനി നമുക്ക് ഒരു കാര്യം കൂടിയാണ് ഇതിൽ പഠിക്കാനുണ്ട്. ഇൻവെർട്ടിബിൾ ആകും. ഇപ്പോ എപ്പോഴാണ്? അപ്പൊ അതായത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഇവിടുത്തെ തന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ അത് ഇൻവെർട്ടിബിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഈസ് കണ്ടീഷൻ ഫോർ ബൈനറി ഓപ്പറേഷൻ എന്താ? എഴുതി വെച്ചാൽ എഴുതി നിങ്ങൾ ടെൻഷൻ എടുക്കും. കണ്ടീഷൻ ഫോർ
condition for invertible of a binary operation. A star B equal to E, B star A equal to E. ഇതിനാണ് ഇങ്ങനെയാണെങ്കിൽ ആ തന്നിരിക്കുന്ന ബൈനറി ഓപ്പറേഷൻ എന്തായിരിക്കും? ഇൻവെർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ കിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു നമ്പർ എടുക്കും 2. ഇപ്പോൾ അഡീഷൻ്റെ കാര്യം ഇവിടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. 2 സ്റ്റാർ സംതിങ് ഈസ് ഈക്വൽ ടു അഡിറ്റീവിൻ്റെ നമുക്ക് ഈ ആഡിൻ്റെ എലമെന്റ് നമുക്കറിയാം എന്താണ്? 0 ആണ്. ഈക്വൽ ടു ഡാഷ് സ്റ്റാർ 2. എന്താ വരിക? ഈ ഡാഷ് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്യണം? ഇവിടെ -2 അല്ലേ? 2 + -2 ഈക്വൽ ടു 0, -2 + 2 ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഇൻവെർട്ടിബിൾ ആണ്. ഈ -2 എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഇവിടെ ഈ -2 എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ. ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 ആണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 ആണ്. ഇത് മാറും, ഇങ്ങോട്ടൊക്കെ മാറും. ഏത് അഡീഷൻ ആണെങ്കിൽ ഏത് ആഡ് ചെയ്യുമ്പോഴാണോ 0 കിട്ടുന്നത്? ഇപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നോക്കാം. ബൈനറി ഓപ്പറേഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് ഇൻവെർട്ടിബിൾ ആണോ എന്താണ് അതിന്റെ ഇൻവേഴ്സ് നോക്കാം. അപ്പോൾ ഇവിടെ 2 തന്നെ എടുക്കും. 2 ഇൻറ്റു സംതിങ് ഈസ് ഈക്വൽ. അതിന്റെ എലമെന്റ് എന്താണ്? 1 ആണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഡാഷ് ഇൻറ്റു 2ന്റെ കൂടെ അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 2 ഇൻറ്റു ഏതാ വരിക? ഇവിടെ 1 കിട്ടണമെങ്കിൽ 2 ആണ് കിട്ടണമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ഉണ്ട്. ഈ റെസിപ്രോക്കലിനെയാണ് നമ്മളതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരുന്നു? 1/2 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ 2ന്റെ ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് ഇവിടെ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അതുപോലെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന് നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ. തലതിരിച്ചിടുന്നത് എന്താണ്? 1/a. അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ ഈസ് 1/a. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത് 1/a. നമുക്ക് മനസ്സിലായോ? ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നമ്പർ ഏതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ നമുക്ക് 1 കിട്ടുന്നത്, അതിന്റെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നത്, അതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് മറ്റേ ഇൻവേഴ്സ് ആണ്. ഇവിടെ അഡീഷന്റെ കേസിലാണെങ്കിൽ അതന്നെ ഏത് ആഡ് ചെയ്യുമ്പോഴാണോ ഐഡന്റിറ്റി എലമെന്റ് 0 കിട്ടുന്നത് അതാണ് അതിന്റെ ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? ഇനി നമുക്ക് ഇതിലൊരു എക്സാമ്പിൾ 40, എക്സാമ്പിൾ 39 ഈ ഇത് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇൻവേഴ്സ് 2 കണ്ടീഷനാണ് പഠിക്കാനുള്ളത് നമുക്ക്. ഒന്ന് ഐഡന്റിറ്റി എലമെന്റ് കണ്ടീഷൻ, എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. രണ്ടാമത്തെ പഠിക്കേണ്ടത് ഇൻവെർട്ടിബിലിറ്റി പഠിക്കുമ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു കിട്ടണം ഇ, അതുപോലെ തന്നെ ബി സ്റ്റാർ എ. ഇത് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഈ 2 കണ്ടീഷൻ, ഇത് ഇൻവെർട്ടിബിൾ ആവാനുള്ള കണ്ടീഷനാണ്. ഇൻവെർട്ടിബിൾ എഴുതിയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചണം. ഇത് ഐഡന്റിറ്റി എലമെന്റ് കണ്ടീഷൻ. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. പിന്നെ അത് ഏതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കണം. ഇനി എക്സാമ്പിൾ 40 നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ 40. Show that minus is not an inverse of a belongs to n. ഇവിടെ n-ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഡീഷൻ
ഫോർ ദി അഡീഷൻ ഓഫ് ഓപ്പറേഷൻ പ്ലസ് പ്ലസ് ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. അപ്പോൾ മൈനസ് എ എന്താണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ല. അപ്പോൾ ഓപ്പറേഷൻസ് ഓൺ എന്നിൽ വരും, നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ. എന്താ കാരണം? നമുക്കൊരു എക്സാമ്പിൾ പറയും. 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 0 കിട്ടണം, ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം, -2 കിട്ടണം. ശരിയല്ലേ? അപ്പൊ ഇവിടെ -2 + 2. ഇവിടെ നോക്കി 0 കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ -2 നോട്ട് ബിലോങ്സ് ടു n എന്ന് പറയുന്നതാണ്. എന്താ? റിയൽ നമ്പർ ആണെങ്കിൽ കുഴപ്പമുണ്ടാവുമായിരുന്നില്ലേ? കാരണം ഈ -2 റിയൽ നമ്പർ വരും. പക്ഷെ ഇവിടെ നമ്മൾ എയും ബിയും എന്താണ് ബിലോങ്സ് ടു n എന്ന് പറയുമ്പോൾ ഇത് ബി എന്ന് പറയുന്നത് എന്നിലുള്ള നമ്പർ ആയിരിക്കണം. പക്ഷെ ഇവിടെ എന്നിലുള്ള നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് -a is not the inverse. മനസ്സിലായോ? അത് എ വെച്ചിട്ട് എഴുതുക. അങ്ങനെയാണ്. സിൻസ് -a not belongs to n, a cannot be the inverse. A cannot be the inverse. അപ്പോ മുമ്പൊക്കെ പറഞ്ഞ പോലെ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. 1/a is not inverse of a. എന്താ പറയുന്നത്? കാരണം 2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് 2 വരുമ്പോ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ വരിക? എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? ഇവിടെ 1 കിട്ടാനായിട്ട് മൾട്ടിപ്ലൈ 1/2 അല്ലെ? 1/2 × 2. ഇവിടെ ഒറ്റ നോട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ശരിയാണ്. 2 will get cancelled, we will get 1. But the problem is 1/2 not belongs to n. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്താവോ? നാച്ചുറൽ നമ്പർ ആവോ? ഇല്ല. അത് റിയൽ നമ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, നാച്ചുറൽ നമ്പർ. അപ്പൊ ഇവിടെ ഇതുപോലെ നേരത്തെ 1/a not belongs to n. Since 1/a not belongs to n, a cannot be the inverse. A cannot be the inverse. മനസ്സിലായല്ലോ? അതിന്റെ സിമ്പിൾ ആയിട്ട് ലോജിക്കാണ്. അത് ചിന്തിച്ച് നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ വലിയ വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. എന്താണ് ചെയ്യേണ്ട, ഓപ്പറേഷൻ എന്താണെന്ന് അവർ പറയും, ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയും. അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുള്ളൂ. അത് നമ്മൾ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കഴിഞ്ഞു. ഇനി എക്സസൈസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.